എന്നോടൊരു സഹോദരി വളരെ രസകരമായി ചോദിച്ചൊരു കാര്യമാണിത്. അവരുടെ ചെറുപ്പത്തിൽ അവർ എപ്പോഴും കാണുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരെപ്പോഴും നല്ല ഇണക്കുരുവികളെ പോലെയാണ്. എപ്പോഴും സ്നേഹം പങ്കുവെച്ചും സംസാരിച്ചും ചിരിച്ചും കളിച്ചും എല്ലാമാണ് അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്രായത്തിൽ ഇവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഞാനും കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ ഫാമിലി, എൻ്റെ ഭർത്താവുമായിട്ട്, എൻ്റെ പാർട്ട്ണറുമായിട്ട് ഇങ്ങനെ നല്ല സ്നേഹത്തിലും സംസാരിച്ചും കളിച്ചും ചിരിച്ചും എല്ലാം പോകണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഉള്ളിൽ കണ്ട ആ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അവരായിരുന്നു. സോ വളർന്നു വലുതായി കല്യാണം കഴിച്ചു. എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, ഞാനും സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പാർട്ട്ണർ സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേർക്കും ഞങ്ങളില്ലാതെ പറ്റില്ല, എനിക്ക് അവരില്ലാതെയും അവർക്ക് ഞാനില്ലാതെയും പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടോ എവിടെയൊക്കെ ഒരു മിസ്സിങ് ഫീലിംഗ് ആണ്, ഒരു ഫുൾഫിൽമെന്റ് കിട്ടുന്നില്ല. എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലും പുറമെ നമ്മൾ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അടുത്തിടപഴകുന്ന ആരെങ്കിലും ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ, ഈ രീതിയിൽ ഇടപഴകുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, ഞങ്ങൾ ഹാപ്പി ആണോ, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, സക്സസ്ഫുൾ ആണോ, ഇതുപോലെ അല്ലല്ലോ ഞങ്ങളുടേത്, അപ്പം അതുകൊണ്ട് തന്നെ സെറ്റാണോ എന്നുള്ളത്. പക്ഷെ ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടമുള്ളതായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം എന്നില്ല നിങ്ങളുടെ ഫ്രണ്ടിന് ഇഷ്ടമുള്ളത്. എല്ലാവർക്കും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ്, ഡിഫറെൻറ്റ് ചോയ്സസ് ആണ്, ഡിഫറെൻറ്റ് ഇഷ്ടങ്ങളാണ്. സോ അവർക്കുണ്ട്, ഞങ്ങൾക്കില്ല എന്നതിലുപരി എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ഹസ്ബൻഡിന് എന്താണ് വേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക, പറയുന്നത് കേൾക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ വേണം മാറ്റം വരുത്താനായിട്ട്. സോ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് മാറ്റം ഉണ്ടാവുന്നത്. സോ അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെയും കുറച്ച് സമയം ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയുമാണ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്.